ഓക്കെ. ഹലോ ഗായ്സ്, നമ്മള് വേനാവില് ഇല്ലത് നിമ്പില് വേനാവിന് വന്നടാ എച്ചിത്തു ഉണ്ട് വന്നിക്കുണ്ട് അന്നേടാ എവിടെയാ എന്ത് കാര്യം മോള് ലോത്തിന് വന്നിട്ട് പോയ കൂടെ പോണിയാണ് തോണിയില് അന്നേരം സൂപ്പറായിരുന്നു സൂപ്പർ അച്ചിയാളെ കണ്ടാലോ നമുക്ക് പോയേന പോട്ടെടുക്കണം പോയേന പോട്ടെടുത്ത. ഹലോ, എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യാത്ര ചെയ്യാൻ ഇഷ്ടമല്ലാത്തവരായിട്ട് ആരുണ്ടാവില്ല. എനിക്കും ഭയങ്കര ഇഷ്ടമാണ് യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട്. അത്തരത്തിലൊരു യാത്രയിലാണ് ഞങ്ങളിപ്പോൾ ഉള്ളത്. ഞാൻ ഓൾറെഡി പോയിട്ടുള്ള, എന്നാൽ എനിക്ക് കാണാൻ ഒരുപാട് ഇഷ്ടമുള്ള വിയറ്റ്നാമിലെ ഒരു സ്ഥലമാണ് നിംബിൻ എന്ന് പറയുന്നത്. നിംബിൻ പ്രവിശ്യയിലെ ട്രാങ് ആൻഡ് ലാൻഡ്സ്കേപ്പിലാണ് ഞങ്ങളിപ്പോൾ നിൽക്കുന്നത്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മനോഹരമായിട്ടുള്ള ഒരു പ്ലേസ് ആണ് ഈ ഒരു ട്രാങ് ആൻഡ്. ഇതൊരു വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് കൂടിയാണ്. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. സഞ്ചാരികൾ ഏറ്റവും കൂടുതൽ കാണാൻ ആഗ്രഹിക്കുന്ന വിയറ്റ്നാമിലെ പ്ലേസുകളിൽ ഒന്നുകൂടിയാണ് നമ്മുടെ ഈ ട്രാങ് ആൻഡ് എന്ന് പറയുന്നത്. കൂടാതെ 2017 ഇറങ്ങിയിട്ടുള്ള കിങ് കോങ് മൂവിയിലെ ഭൂരിഭാഗം സീനുകളും ഷൂട്ട് ചെയ്തിരിക്കുന്നത് ഈ ഒരു ട്രാങ് ആൻഡിൽ വെച്ചിട്ടാണ്. അതും ഈ ഒരു ട്രാങ് ആൻഡിൻ്റെ പ്രത്യേകതകളിൽ ഒന്നാണ്. ഏകദേശം ഒരു 12 മണിയോടെ ഞങ്ങൾ ട്രാങ് ആൻഡിലെത്തി. ഇവിടെയുള്ള നദിയിലൂടെയുള്ള ആ ഒരു ബോട്ട് യാത്ര എന്ന് പറയുന്നത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആണ് നമുക്ക് തരുന്നത്. അപ്പോൾ ഞങ്ങൾ ബോട്ട് കയറാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ നമുക്ക് ഒന്നിച്ച് ട്രാങ് ആൻഡിലെ വിശേഷങ്ങൾ കണ്ടിട്ട് തിരിച്ചു വരാം. റൂട്ടുകളിലൂടെയാണ് നമുക്ക് ശരിക്കും ഈ ഒരു ബോട്ട് യാത്രയുള്ളത്. ആ 3 റൂട്ടുകളിൽ ഏത് റൂട്ട് വേണമെങ്കിലും നമുക്ക് സെലക്ട് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് റൂട്ടാണ് ഏറ്റവും ലോങ്ങസ്റ്റ് ആയിട്ടുള്ള റൂട്ട്. ഏകദേശം 3.5 മണിക്കൂറോളം നീണ്ടു നിൽക്കുന്ന യാത്രയാണ് ഈ ഒരു ഫസ്റ്റ് റൂട്ടിൽ ഉണ്ടാവുക. അവിടെ 9 കേവും 3 ടെമ്പിൾസുമാണ് നമുക്ക് വിസിറ്റ് ചെയ്യാൻ കഴിയുക. കൂടാതെ അടുത്തതെന്ന് പറഞ്ഞാൽ സെക്കൻഡ് റൂട്ടാണ്. അതാണ് ഏറ്റവും ക്വിക്കറായിട്ടുള്ള, ഏറ്റവും സ്മോൾ ആയിട്ടുള്ള റൂട്ട് എന്ന് പറയുന്നത്. ഇത് 2.5 മണിക്കൂർ കൊണ്ട് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. അവിടെ 4 കേവും അതുപോലെ തന്നെ 2 ടെമ്പിളുമാണുള്ളത്. പോരാതെ നമ്മൾ ഈ കിങ് കോങ് മൂവിയുടെ സെറ്റിട്ട ആ ഒരു വില്ലേജിലൂടെയും ആ ഒരു ഐലൻഡും നമുക്ക് കാണാൻ പറ്റും ഈ ഒരു റൂട്ടിൽ. നെക്സ്റ്റ് വന്നിട്ട് തേർഡ് റൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്താ പറയുക, 3 കേവും 3 ടെമ്പിളും ആണുള്ളത്. ഇവിടെയും നമുക്ക് കിങ് കോങ് സെറ്റിട്ട ആ ഒരു വില്ലേജിലൂടെ പോകാൻ പറ്റും. പോരാത്തതിന് ഇതൊരു 3 മണിക്കൂർ നീണ്ടു നിന്നിട്ടുള്ള ഒരു ബോട്ട് യാത്രയാണ് ഈ മൂന്നാമത്തത് എന്ന് പറയുന്നത്. ഈ
ഈ മൂന്നാമത്തെ റൂട്ടിലാണ് നമുക്ക് ഏറ്റവും ലോങ്ങസ്റ്റ് ആയിട്ടുള്ള കേവ് ഉള്ളത്. ഇത്രയുമാണ് നമ്മൾ ട്രാങ്ങാൻ യാത്രയിൽ മെയിൻ ആയിട്ടുള്ള, അതായത് മെയിൻ റൂട്ടുകളെ കുറിച്ചുള്ള മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത്. ഞങ്ങൾ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് ഫസ്റ്റ് റൂട്ടായിരുന്നു, ഏറ്റവും ലോങ്ങസ്റ്റ് ആയിട്ടുള്ള റൂട്ടായിരുന്നു. കേവുകളിലൂടെ പോകാനുള്ള ആഗ്രഹം കൊണ്ടാണ് ഞങ്ങൾ ഈ ഒരു റൂട്ട് സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഞാൻ ഓൾറെഡി ഒരു പ്രാവശ്യം വന്നപ്പോൾ സെക്കൻഡ് റൂട്ടിലൂടെ പോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ വിചാരിച്ചു ഇപ്പം ഫസ്റ്റ് റൂട്ട് എന്ത് ചെയ്യാം, ഓപ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെയാണ് ഈ ഒരു ഫസ്റ്റ് റൂട്ട് നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ ഫസ്റ്റ് റൂട്ട് സെലക്ട് ചെയ്യുന്നതിലൂടെ നമുക്ക് മിസ്സാവുന്ന എന്താണെന്ന് വെച്ചാൽ ഈ ഒരു കിങ്കോങ് വില്ലേജ് നമുക്ക് കാണാൻ പറ്റില്ല. പക്ഷേ കേവുകൾ കൂടുതൽ ഇഷ്ടമുള്ള ആൾക്കാർ ഫസ്റ്റ് റൂട്ട് സെലക്ട് ചെയ്യുക. ഇനിയിപ്പോൾ പെട്ടെന്ന് പോകേണ്ട ആൾക്കാരാണെങ്കിൽ, പെട്ടെന്ന് നമുക്ക് ട്രാങ്ങാനൊക്കെ ഒന്ന് കണ്ട് എൻജോയ് ചെയ്ത് പോകണം എന്ന് ആഗ്രഹിക്കുന്നവർ സെക്കൻഡ് റൂട്ട് ഓപ്റ്റ് ചെയ്യുക. അതായിരിക്കും കുറച്ചുകൂടി നന്നാവുക. ട്രാങ്ങാനിലെ യാത്രയിൽ നമ്മുടെ ഫസ്റ്റ് റൂട്ടായിട്ടുള്ള, അതായത് ഫസ്റ്റ് പഗോഡയിലേക്കാണ് എത്തിയിരിക്കുന്നത്. ഈ ഒരു പഗോഡയുടെ പേര് എന്ന് പറയുന്നത് ട്രാങ് പഗോഡ എന്നാണ്, അല്ലെങ്കിൽ ട്രാങ് ടെമ്പിൾ എന്നാണ്. അവിടെയാണ് നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത്. ഉള്ളിലേക്ക് കയറിയിട്ട് നമുക്ക് ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് തിരിച്ചു വരാം. ചെറിയൊരു തിരുത്തുണ്ട്, ഇത് ട്രാൻ ടെമ്പിൾ അല്ല, ട്രിൻ ടെമ്പിളാണ്. എനിക്ക് ചെറുതായിട്ടൊരു തെറ്റ് പറ്റിയതാണ്, ക്ഷമിക്കണം. അപ്പം നിങ്ങൾ ആദ്യമായിട്ട് പോയിട്ടുണ്ടായിരുന്നത് ട്രിൻ ടെമ്പിളിലേക്കായിരുന്നു. ഈ ട്രിൻ ടെമ്പിൾ എന്ന് പറയുന്നത് ട്രിൻ ലോഡ്സിന് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്തിട്ടുള്ള ഒരു ടെമ്പിളാണ്. ഇതെന്ന് പറഞ്ഞാൽ 17th അതേപോലെ തന്നെ 18th സെഞ്ച്വറികളിൽ അവിടെ റൂൾ ചെയ്തിട്ടുള്ള, അതായത് വിയറ്റ്നാം റൂൾ ചെയ്തിട്ടുള്ള ആൾക്കാർ, അതാണ് ഈ ട്രിൻ ലോഡ്സ് എന്ന് പറയുന്നത്. അവർക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു ടെമ്പിളാണിത്. അവിടത്തേക്കാണ് ഞങ്ങൾ ഫസ്റ്റ് പോയിട്ടുണ്ടായിരുന്നത്. പഗോഡയിൽ നിന്ന് ഞങ്ങൾ മെല്ലെ ഇറങ്ങി അങ്ങനെ ഫസ്റ്റ് കേവ് എക്സ്പീരിയൻസ് ചെയ്യാൻ പോവുകയാണ്. അപ്പം അവിടെ നിന്ന് ഇറങ്ങി ഇനി എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്നത് ടോയ് കേവ് ആണ്. ഇതിൻ്റെ മീനിങ് ഡാർക്ക് കേവ് എന്നാണ്. ഇവിടുത്തെ തന്നെ ഏറ്റവും ഷോർട്ടസ്റ്റ് ആയിട്ടുള്ള കേവാണ് ഈ ഒരു ടോയ് കേവ് എന്ന് പറയുന്നത്. അതിൻ്റെ ഉള്ളിലേക്ക് പോവുകയാണ്. അങ്ങനെ ഫസ്റ്റ് കേവ് എക്സ്പീരിയൻസ് ചെയ്യാൻ പോവുകയാണ്. അപ്പം മോള് ആദ്യമായിട്ടാണ് ഇങ്ങനെ, അവൾ ആദ്യം പോയ സമയത്ത് അവൾ കുഞ്ഞായിരുന്നു. അതുകൊണ്ട് തന്നെ അവൾക്ക് അതിനെക്കുറിച്ച് അതിൻ്റെ എന്താ പറയുക, അത്ര എക്സ്പീരിയൻസ് എങ്ങനെയായിരിക്കും, കാരണം കൊച്ചു കുട്ടിയൊക്കെ അത് അത്ര ഭയങ്കര എഫക്റ്റ് ഉണ്ടാക്കുന്ന ഒന്നല്ലല്ലോ. അതുകൊണ്ട് അവൾക്ക് അത്ര വലിയ എക്സ്പീരിയൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ അവൾ കുറച്ച് അറിയാനൊക്കെ ആയതുകൊണ്ട് തന്നെ അവൾ അതെങ്ങനെ എക്സ്പീരിയൻസ് ചെയ്യും എന്നറിയാനുള്ള ഒരു കൗതുകമായിരുന്നു ഞങ്ങൾക്ക് ഉണ്ടായിരുന്നത് ഏറ്റവും കൂടുതൽ. അങ്ങനെ മെല്ലെ ഞങ്ങൾ കേവിനുള്ളിലേക്ക് കടന്നു. ആദ്യമൊന്നും മോൾക്ക് അത്ര വലിയ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ കുറച്ച് ഉള്ളിലേക്ക് പോകും തോറും അവൾക്ക് പേടിയാവാൻ തുടങ്ങി, അവൾ കരയാൻ തുടങ്ങി. അപ്പം പിന്നെ ഞങ്ങൾ അവളെ മെല്ലെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് കൂളാക്കി. കുഴപ്പമൊന്നുമില്ല. അവൾ പിന്നെ കരച്ചിലൊക്കെ മെല്ലെ നിർത്തി. നല്ല രസമുണ്ടായിരുന്നു ഈ ഒരു കേവിനുള്ളിലൂടെയുള്ള യാത്ര എന്ന് പറയുന്നത്. ഞങ്ങൾ പോയ സമയം കുറച്ച് കുഴപ്പമുണ്ടായിരുന്നില്ല. കാരണം എന്താ വെച്ചാൽ അത്യാവശ്യം വെള്ളം ഉണ്ടായിരുന്നു ഞങ്ങൾ പോയ ആ ഒരു സമയത്ത്. അതുകൊണ്ട് തന്നെ കേവ് നല്ലപോലെ ഇടുങ്ങിയിട്ടുണ്ടായിരുന്നു. അത് ഞങ്ങളുടെ ആ ഒരു യാത്രയെ കുറച്ചുകൂടി നല്ലതാക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. കുറച്ചുകൂടി അഡ്വഞ്ചറസ് ഒക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ തീർച്ചയായിട്ടും ഈ ഫസ്റ്റ് റൂട്ട് തന്നെ സെലക്ട് ചെയ്യുക. കാരണം കേവുകളാണല്ലോ കൂടുതൽ. അപ്പം അത് കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും.
രസകരമായിട്ടുള്ള ആ ഒരു യാത്രയ്ക്ക് ശേഷം ഞങ്ങൾ തൊട്ടടുത്തുള്ള അടുത്ത കേവിലേക്ക് പോയി. സാങ് കേവ് എന്നാണ് ആ ഒരു കേവിൻ്റെ പേര്. അത് ഈ ഒരു ടോയ് കേവിൻ്റെ അടുത്ത് തന്നെയാണ്. ഇതിൻ്റെ മീനിങ് എന്ന് പറഞ്ഞാൽ ബ്രൈറ്റ് കേവ് എന്നാണ്. പറയപ്പെടുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതിനുള്ളിൽ ഫുൾ വെളിച്ചമാണ് എന്നാണ്. എന്നിട്ട് ഇതൊരു ഭംഗിയുള്ള തടാകത്തിലേക്ക് തുറക്കുന്നു. അങ്ങനെയുള്ള ഒരു കേവാണ് ഈ ഒരു സാങ് കേവ് എന്ന് പറയുന്നത്. അടുത്ത നമ്മൾ ആ കേവിലേക്കാണ് പോകുന്നത്. നമുക്ക് ആ കേവിലെ കാഴ്ചകൾ കാണാം. ഇപ്പോഴാണ് നമ്മൾ യഥാർത്ഥ ട്രാങ്ക് ടെമ്പിളിലേക്ക് പോകുന്നത്. ഈ ട്രാങ്ക് ടെമ്പിളിലേക്ക് പോകാനുള്ള ഒരു സ്റ്റെപ്പാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് സ്റ്റെപ്പ് കയറിയിട്ടാണ് ഞങ്ങൾ മേലെ എത്തിയിട്ടുണ്ടായിരുന്നത്. ഞാൻ ശരിക്കും കിതച്ചിട്ടുണ്ടായിരുന്നു, കാരണം അത്രത്തോളം സ്റ്റെപ്പുകൾ ഉണ്ടായിരുന്നു ഈ ഒരു ട്രാങ്ക് ടെമ്പിളിലേക്ക്. ട്രാൻ ഡൈനാസ്റ്റിയോടുള്ള ഒരു ഡെഡിക്കേറ്റഡ് ആയിട്ടാണ് ഈ ഒരു ടെമ്പിൾ ഉണ്ടാക്കിയിട്ടുള്ളത്. ഈ ട്രാങ്ക് ടെമ്പിളിനെയാണ് നമ്മളുടെ ട്രാങ് ആൻഡ് ഹാർട്ടായിട്ട് കണക്കാക്കിയിട്ടുള്ളത്. അവിടത്തേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത്. സ്റ്റെപ്പുകൾ കയറി സത്യത്തിൽ ഞാൻ നല്ലപോലെ വശം കിട്ടിയിട്ടുണ്ട്. കാരണം ഇത്രയും സ്റ്റെപ്പ് കയറിയിട്ട് മേലെ എന്താണെന്ന് അറിയാനുള്ള ക്യൂരിയോസിറ്റി എല്ലാവർക്കും ഉണ്ടായിരുന്നു. ആ ഒരു ഇൻട്രസ്റ്റിൻ്റെ പുറത്താണ് നമ്മൾ ഈ ഒരു സ്റ്റെപ്പ് വലിഞ്ഞ് കയറിയിട്ടുണ്ടായിരുന്നത്. ഇത്രയും സ്റ്റെപ്പുകൾ കയറിയിട്ട് ഞങ്ങൾ അറ്റ് ലാസ്റ്റ് എത്തിയിട്ടിരുന്ന സ്ഥലമാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു പ്ലേസിലാണ് ഞങ്ങൾ ഇത്രയും ബുദ്ധിമുട്ടി കഷ്ടപ്പെട്ട് കയറിയിട്ട് എത്തിയിട്ടുള്ളത്. നിങ്ങൾ തന്നെ പറയാം, ഇങ്ങനെയുണ്ട് കാണാൻ നല്ല ഭംഗിയില്ലേ ഈ ഒരു പ്ലേസ് കാണാൻ. നമ്മൾ അത്രയും സ്റ്റെപ്പ് കയറി മുകളിൽ വന്നതിന് മാത്രം കാണാനുണ്ടല്ലോ ഈ പ്ലേസ് എന്ന് നിങ്ങൾക്കും തോന്നുന്നില്ലേ? ഇതിൻ്റെ മുകളിൽ കയറിയിട്ട് താഴേക്ക് നോക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു വൈബ്, അതൊരു പ്രത്യേക വൈബ് തന്നെയായിരുന്നു. അത് ശരിക്കും എന്താ പറയുക, അത്രയും ഹൈറ്റിൽ നിന്ന് താഴേക്ക് നോക്കുമ്പോഴുള്ള ഒരു എക്സ്പീരിയൻസ് ഭയങ്കര നല്ലതായിരുന്നു. പിന്നെ അതിനുശേഷം ഞങ്ങൾ അപ്പുറത്തെ സൈഡിൽ കൂടെ താഴേക്ക് ഇറങ്ങി. നിങ്ങൾക്ക് എന്തായാലും ട്രാങ് ആൻഡ് ടെമ്പിളും അതിൻ്റെ ചുറ്റുപാടുള്ള പ്രദേശങ്ങളും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അവിടുത്തെ കാഴ്ചകൾ കണ്ടിട്ട് നമുക്ക് തിരിച്ചു വരാം.
കയറി ഇറങ്ങി എത്തിയിരിക്കുന്ന അവസാന ഡെസ്റ്റിനേഷൻ, അതായത് നമ്മൾ ട്രാങ് ടെമ്പിൾ, അതാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഈ ഒരു ടെമ്പിൾ കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്രയും സ്റ്റെപ്പുകൾ കയറി, അതേപോലെ കുറേ സ്റ്റെപ്പ് ഇറങ്ങി ഇവിടെ എത്തിയിരിക്കുന്നത്. ഇനിയിപ്പോൾ തിരിച്ച് ഇത്രയും സ്റ്റെപ്പ് കയറി ഇറങ്ങുകയും ചെയ്യണം എന്ന് ആലോചിക്കുമ്പം മനസ്സിന് വല്ലാത്തൊരു ടെൻഷനുണ്ട്. എന്നാലും നമുക്ക് കുറേ സ്ഥലങ്ങൾ കാണേണ്ടത് കൊണ്ട് തന്നെ പെട്ടെന്ന് നമുക്കവിടെ തന്നെ എത്തേണ്ടതാണ്. അപ്പം നമുക്ക് തിരിച്ച് നമ്മുടെ ബോട്ടിൻ്റെ അടുത്തേക്ക് തന്നെ പോകാം. അങ്ങനെ ട്രാങ് ടെമ്പിളിൽ നിന്ന് ഇറങ്ങി ഞങ്ങൾ വീണ്ടും ഞങ്ങളുടെ യാത്ര ആരംഭിച്ചു. 2 കേവേ കഴിഞ്ഞിട്ടുള്ളൂ, ഇനിയും 7 കേവ് ബാക്കിയുണ്ട്. കുറേ സമയമായിട്ടുണ്ട്. പിന്നെ ഞാൻ കുറച്ച് നേരം അയാളെ സഹായിക്കാം, കുറച്ച് നേരം തുഴയാമെന്ന് വിചാരിച്ചു. എന്നിട്ട് അയാളുടെ കൂടെ കുറച്ച് നേരം നമ്മുടെ തുഴയുന്ന ആളുടെ കൂടെ ഞാനും കുറച്ച് നേരം തുഴഞ്ഞു. അതും ഒരു പ്രത്യേക വൈബ് തന്നെയായിരുന്നു. പിന്നെ ഈ തോണിയിലൂടെയുള്ള ഈ ഒരു യാത്ര ശരിക്കും മനസ്സിനും എന്താ പറയുക, നല്ല രസമായിരുന്നു മൊത്തത്തിൽ ഈ ഒരു യാത്ര എന്ന് പറയുന്നത്. ഇതായിരുന്നു ഞങ്ങളുടെ ലിസ്റ്റിലുണ്ടായിരുന്ന ടെമ്പിളുകളിൽ അവസാനത്തെ ടെമ്പിൾ. അങ്ങനെ ഞങ്ങൾ അവസാനത്തെ ടെമ്പിളിലും ഞങ്ങളങ്ങനെ എത്തി. അവസാനത്തെ ടെമ്പിളും കണ്ടു. 3.5 മണിക്കൂർ നീണ്ടു നിന്ന ബോട്ട് യാത്രയ്ക്കൊടുവിൽ ഞങ്ങൾ തിരിച്ച് പോർട്ടിലേക്ക് തന്നെ പോവുകയാണ്. 9 കേവുകളും 3 ടെമ്പിളുള്ള ഈ ഒരു യാത്ര ഭയങ്കര ദീർഘമേറിയതാണെങ്കിൽ പോലും ഞങ്ങൾക്ക് അത്ര ബോറൊന്നും അടിച്ചിട്ടുണ്ടായിരുന്നില്ല. ചെറുതായിട്ട് വിശപ്പുണ്ടായിരുന്നെങ്കിൽ പോലും അവിടെയുള്ള എന്താ പറയുക കാഴ്ചകൾ നല്ല ഭംഗിയുള്ളതായിരുന്നു. അത് കണ്ണിനും അതുപോലെ തന്നെ മനസ്സിനും കുളിർമ നൽകുന്നതായിരുന്നു. അതുകൊണ്ട് തന്നെ വിശപ്പും ദാഹമൊന്നും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. നല്ല രസമുണ്ടായിരുന്നു ഈ ഒരു നിങ്പിൻ ട്രിപ്പ്, ട്രാങ്ങാൻ നദിയിലൂടെയുള്ള ഈ ഒരു യാത്ര. വിയറ്റ്നാം വിസിറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവരാണ് നിങ്ങളെങ്കിൽ, അല്ലെങ്കിൽ ഇവിടെ എത്തിയിട്ടുള്ളവരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു പ്ലേസ് വിസിറ്റ് ചെയ്യുക. മസ്റ്റ് വാച്ചബിൾ ആയിട്ടുള്ള പ്ലേസുകളിൽ ഒന്ന് തന്നെയാണ് നമ്മുടെ നിങ്പിൻ എന്ന് പറയുന്നത്. അങ്ങനെ 3 മണിക്കൂർ നേരത്തെ ട്രാങ്ങാൻ ട്രിപ്പിന് ശേഷം ആ ഒരു യാത്രയ്ക്ക് ശേഷം ഞങ്ങൾ ഫിനിഷിംഗ് പോയിന്റിൽ തിരിച്ചെത്തി. ശരിക്കും ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു ഈ ഒരു യാത്ര എന്ന് പറയുന്നത്. നമ്മൾ ഫസ്റ്റ് റൂട്ടായിരുന്നു സെലക്ട് ചെയ്തത്, അതുകൊണ്ട് തന്നെ കൂടുതൽ കേവ്സ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ കുറേ സമയം എടുത്തു നമ്മൾ തിരിച്ചിവിടെ എത്താൻ വേണ്ടിയിട്ട്. എന്തായാലും നല്ല രസമുണ്ടായിരുന്നു. ഇത്തരത്തിലുള്ള വിയറ്റ്നാമിലെ കൊച്ചു കൊച്ചു വിശേഷങ്ങൾ കാണാൻ താല്പര്യമുള്ളവരാണ് നിങ്ങളെങ്കിൽ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരേക്കും ബൈ.